ഒരുപക്ഷെ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കും ഇന്നലെ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ശ്രീ മുരളീധരനേക്കാൾ ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള മറ്റ് ചില നേതാക്കന്മാരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം ഇന്നലെ പ്രയോഗിക്കപ്പെടാതിരുന്നത്. അതുകൊണ്ട് അവര് തീരുമാനിച്ചത് തന്നെ ഒരുപക്ഷെ ഇന്നത്തേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചതുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാത്രം ഈ തീരുമാനം പ്രഖ്യാപിക്കാം എന്നാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാരണത്താൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീ റെജി ഈ ചർച്ചയിൽ പറയുന്ന അഭിപ്രായം മറ്റൊന്നാകുമായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലേ എന്ന് പറയുമായിരുന്നു. കോൺഗ്രസ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാത്തത് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ട് നമുക്കറിയാമല്ലോ, ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് കേസിന്റെ മെറിറ്റിലേക്ക് പൂർണ്ണമായിട്ട് കോടതി പോകില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം കൊടുക്കാവുന്ന വ്യവസ്ഥകൾ കോടതി ഇതിൽ കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തന്നെ ന്യായീകരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ നാണക്കേടിന്റെ വല്ല ആവശ്യവും കോൺഗ്രസിന് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. ശ്രീ വി ഡി സതീശൻ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് തന്നെ ഈ പരാതി അല്ലല്ലോ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. മറ്റൊരു പരാതിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട്, അനാവശ്യ സംസാരവുമായി ബന്ധപ്പെട്ട് മറ്റു പല സ്ത്രീകളും നേരത്തെ വന്നിരുന്നു. രണ്ട് ഔദ്യോഗികമായിട്ടുള്ള പോലീസ് കംപ്ലൈന്റുകൾ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.